കേരള ചരിത്ര കോൺഗ്രസിന്റെ 8ാമത് അന്തർദേശീയ വാർഷിക സമ്മേളനം ജനുവരി 26 മുതൽ 28 വരെ ആലുവ UC കോളേജിൽ നടക്കുന്ന ചടങ്ങ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ സർവകലാശാലകളിൽ നിന്നും ഇന്ത്യയിലെ മറ്റ് പ്രമുഖ സർവകലാശാലകളിൽ നിന്നും ഏകദേശം 500ഓളം ഡെലിഗേറ്റുകൾ വ്യത്യസ്ത സെമിനാറിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ. 2016 ജനുവരിയിൽ തിരുവനന്തപുരത്ത് ആരംഭിച്ച കേരള ചരിത്ര കോൺഗ്രസിന്റെ 8ാമത് അന്തർദേശീയ സമ്മേളനമാണ് ഈ വർഷം ആലുവ UC കോളേജിൽ വെച്ച് നടക്കുന്നത്. ജനുവരി 26 ആരംഭിക്കുന്ന സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. ചരിത്ര പഠനം, ഗവേഷണം, അധ്യാപനം എന്നീ 3 മേഖലകളെ കേന്ദ്രീകരിച്ച് ഉന്നത നിലവാരം പുലർത്തുന്ന അക്കാദമിക സെഷനുകളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഏകദേശം 500ഓളം ഡെലിഗേറ്റുകൾ വ്യത്യസ്ത സെമിനാറിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അന്താരാഷ്ട്ര നിലവാരമുള്ള അല്ലെങ്കിൽ ഫോറിൻ യൂണിവേഴ്സിറ്റീസിൽ പ്രൊഫസേഴ്സായിട്ടുള്ള വലിയ മുതിർന്ന ചരിത്രകാരന്മാരാണ് നമ്മുടെ പരിപാടിക്ക് വരുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട ചരിത്രകാരൻ പ്രൊഫസർ ആദിത്യ മുഖർജിയാണ്. JNUവിലെ സെൻറ്റർ ഫോർ ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസിലെ ആദിത്യ മുഖർജി, അശോക യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ മഹേഷ് നഗരാജൻ, ലോകത്തിന്ന് അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാരിസ്ഥിതിക ചരിത്രകാരനാണ്, എൻവയോൺമെൻറ്റൽ ഹിസ്റ്റോറിയനാണ്. അതുപോലെ കുങ്കും റോയ് പ്രൊഫസർ ജെൻഡർ ഹിസ്റ്ററിയിൽ, ലിംഗചരിത്രത്തിലും അതുപോലെ സാമൂഹ്യ ചരിത്രത്തിലും വളരെ ഏറെ പ്രഭാഷണങ്ങളും പ്രസിദ്ധീകരണങ്ങളും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കുങ്കും റോയ്. ഇങ്ങനെയുള്ള ആൾക്കാർ പങ്കെടുക്കുന്നതുകൊണ്ട് തന്നെ ഇത് നാച്ചുറലി അതൊരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു സെമിനാറായിട്ട് മാറുകയാണ്. ഇന്ത്യയിലെ പ്രമുഖ ചരിത്രകാരന്മാർ വ്യത്യസ്ത വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിന്റെ സെക്ഷണൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കേരള ചരിത്ര കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും പാരിസ്ഥിതിക സിനിമാ ചരിത്രകാരനുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫിനും UC കോളേജിലെ ചരിത്ര വിഭാഗത്തിൽ നിന്നും വിരമിച്ച 11 അധ്യാപക ശ്രേഷ്ഠർക്കും ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആദരവ് നൽകും. ഡോക്ടർ ഗോപകുമാരൻ നായർ എഡിറ്റ് ചെയ്ത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച മലയാളി കണ്ട മഹാത്മാജി എന്ന ഗ്രന്ഥത്തിന്റെ പ്രകാശനവും ഇതോടൊപ്പം നടക്കും. കേരള കോൺഗ്രസിന്റെ ഉദ്ഘാടന വേളയിൽ അവാർഡുകളും മെറിറ്റ് സ്കോളർഷിപ്പുകളും വിജയികൾക്ക് സമ്മാനിക്കും. കേരള ചരിത്ര കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ്, ആലുവ UC കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ MI പുന്നൂസ്, ചരിത്ര വിഭാഗം മേധാവി ട്രീസ ദിവ്യ TJ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 26, 27, 28 തീയതികളിൽ 3 ദിവസങ്ങളായിട്ടാണ് നടക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി, കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഈ കേരള ഹിസ്റ്ററി കോൺഗ്രസ് 26 തീയതി വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ആലുവ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ,